അടുത്ത വിഷയത്തിലേക്ക്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമാധാനത്തിലായിരുന്ന കണ്ണൂർ വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുകയാണ്. കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്ത് നിർമ്മാണത്തിലിരുന്ന ഗാന്ധി സ്തൂപം തകർത്തതോടെയാണ് ഇപ്പോഴുള്ള സംഘർഷങ്ങളുടെ തുടക്കം. മലപ്പട്ടത്തേക്ക് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം വിഷയത്തെ മറ്റൊരു തലത്തിലെത്തിച്ചു. പ്രകടനത്തിൽ അങ്ങേയറ്റം പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയ ധീരജിനെ കുത്തിയ കൊലക്കത്തി കളഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം കൂടി ഉയർന്നതോടെ സ്ഥിതി ഗുരുതരമായി. ആ കത്തിയുമായി വന്നാൽ വരുന്നവനെ ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് CPIMന്റെ മറുപടി. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുമെന്ന് കോൺഗ്രസ് പറയുന്നു. മലപ്പട്ടത്ത് മുഴക്കിയ കൊലവിളി മുദ്രാവാക്യവുമായാണ് വരവെങ്കിൽ വന്നതുപോലെ പോവില്ല എന്ന് DYFI വീണ്ടും പറയുന്നു. വീണ്ടും അശാന്തിയുടെ ദിനങ്ങളിലേക്ക് കണ്ണൂരിനെ തള്ളിവിടുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ? കണ്ടുവരാം RDX. നിർമ്മാണത്തിലിരുന്ന ഗാന്ധി സ്തൂപം തകർത്തതിനെതിരെ മലപ്പട്ടണത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന മുദ്രാവാക്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴക്കിയത്. CPIM മലപ്പട്ടണം ലോക്കൽ കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസ് ആക്രമിച്ചെന്നും പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരെ ഭീഷണിയുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. CPIM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഞങ്ങളുടെ ഔദാര്യമാണ്. മലപ്പട്ടത്ത് CPIM ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ തങ്ങൾ പുഷ്പചക്രം ഒരുക്കി വെക്കുമെന്നും രാഗേഷ് പറഞ്ഞു. SFI കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. സുധാകരന്റെ ചിത്രമുള്ള ഫ്ലെക്സുകളും SFI പ്രവർത്തകർ തകർത്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പദയാത്രയ്ക്കിടെയായിരുന്നു കൊലവിളി മുദ്രാവാക്യം. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം. കണ്ടുവരാം പ്രകടനത്തിനിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആ കൊലവിളി മുദ്രാവാക്യം. കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ വികാരാധീനനായി ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ, ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെയും അതുകൊണ്ട് കുത്തിക്കൊല്ലു എന്നാണ് ആ പിതാവ് ഇന്ന് പറഞ്ഞത്. 3.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും സങ്കടത്തിനും പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള കോൺഗ്രസ്സുകാരുടെ പ്രകടനങ്ങളും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും. ധീരജിനെ കുത്തിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല, അത് മിനുക്കിയെടുത്താൽ DYFIയും അവരുടെ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഉച്ചപ്പണിയുടെ സമയം പോലും വേണ്ടെന്നുള്ള വീരവാദം അവർ മുഴക്കുകയുണ്ടായി. അവർ അന്ന് പറഞ്ഞത് ഞങ്ങളല്ല ധീരജിനെ കൊന്നതെന്ന്. ഇപ്പോൾ അതേ കോൺഗ്രസ്സുകാരുടെ നാവിൽ നിന്നും 2 യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വായിൽ നിന്നും വന്നത് ധീരജിനെ കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്നാണ്. അപ്പോൾ ധീരജിനെ കൊന്നത് അവരാണെന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ അത്? ഇനി അതിനെ നിഷേധിക്കുവാൻ ഈ കോൺഗ്രസിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയുമോ എന്നാണ് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്. മാത്രവുമല്ല, അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന ഞങ്ങളുടെ 3 ജീവനുകളുണ്ട്. ആ 3 ജീവനുകളെ കൂടി അവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിനോടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോടും വളരെയധികം വേദനയോടെ പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസിനെതിരെ ഭീഷണിയുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ ഒരു പുഷ്പചക്രം ഒരുക്കി വയ്ക്കും എന്നായിരുന്നു രാഗേഷ് പറഞ്ഞത്. ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ഇനിയും എടുക്കും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയെടുത്തിരിക്കും വന്നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും. മനസ്സിലായിക്കോട്ടെ എന്താ ധരിക്കുന്നത്?
മലപ്പട്ടത്ത് പ്രകോപന പ്രസംഗവുമായി CPIM നേതാവ് PV ഗോപിനാഥും രംഗത്തെത്തി. മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷ് PR-നെതിരെയായിരുന്നു CPIM നേതാവിന്റെ ഭീഷണി. ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ സനീഷ് മെനക്കെടേണ്ടെന്നും സനീഷിന്റെ വീടിന്റെ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും PV ഗോപിനാഥ് പൊതുയോഗത്തിൽ പറഞ്ഞു. മിലിറ്ററിയുമൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം, ഈ നാടിനെ അങ്ങ് വറപ്പിച്ച് കളയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് കടന്നിട്ടില്ല. എന്താ സദാനന്ദന്റെ വടി? അന്ന് ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളെ ഈ ഇത്തരത്തിലുള്ള വടിയല്ലേ എടുത്തുള്ള സദാനന്ദൻ. ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷ് നിന്നെ എല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി സനീഷിനോട് സ്നേഹത്തോടെ പറയാനുള്ളത് ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ ഇനി മെനക്കെടണ്ടെന്നുള്ളതാണ്. ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ, നിന്റെ അടുക്കളയിലായിക്കോട്ടെ, ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ നീ മെനക്കെടണ്ട. അങ്ങതുപോലെ ആലോചിച്ചോടി. മലപ്പട്ടത്ത് ബോധപൂർവമായ സംഘർഷമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ധീരജിന്റെ കൊലപാതകത്തിൽ അല്പം പോലും കോൺഗ്രസ് പശ്ചാത്തപിക്കുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് ബോധപൂർവമായ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലുന്നതിന് ഇനിയും ഞങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട് എന്നുള്ള ന്യായവാദമാണ്. അപ്പോൾ അല്പം പോലും കോൺഗ്രസ് ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തപിക്കുന്നില്ല എന്ന കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മലപ്പട്ടത്ത് സംഭവിച്ചതെന്ത്? മെയ് 8-ന് ഗാന്ധി സ്തൂപം നിലനിന്ന സ്ഥലത്ത് വീണ്ടും ശിലാസ്ഥാപനം നടന്നു. ശിലാസ്ഥാപനം നടത്തിയത് K. സുധാകരൻ MP ആണ്. മെയ് 14-ന് മലപ്പട്ടം ടൗണിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര നടന്നു. പദയാത്രയ്ക്കിടെ സംഘർഷം, കല്ലും കുപ്പിയും എറിഞ്ഞെന്ന് കോൺഗ്രസ് പ്രവർത്തകർ. ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. പുറത്തുനിന്നെത്തിയ ആളുകളാണ് സംഘർഷമുണ്ടാക്കിയത് എന്ന് CPIM ആരോപിക്കുന്നു. നിർമ്മാണത്തിലിരുന്ന സ്തൂപം രാത്രിയിൽ CPIM പ്രവർത്തകർ തകർത്തു എന്ന ആരോപണം കോൺഗ്രസുകാർ ഉന്നയിക്കുന്നു. SFI പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേസായിട്ടുണ്ട്. മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രകോപന മുദ്രാവാക്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. ലഹള ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയതെന്നാണ് FIR-ൽ പറയുന്നത്. സനീഷ്, ഇതിപ്പോൾ സനീഷിനറിയാലോ കണ്ണൂരിലെ സാഹചര്യം എന്താണെന്നുള്ളത്. ഇത് ഒരു പ്രതിഷേധ പ്രകടനത്തിലെയോ പ്രതിഷേധ പ്രസംഗത്തിലെയോ ഭാഷയോ അതിലുന്നയിക്കപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും മറ്റുള്ള സ്ഥലത്തൊക്കെ അത്ര ഗൗരവത്തിലെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് കണ്ണൂരായതുകൊണ്ട് അവിടെ സംഘർഷം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഒക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് ഈ പുതിയ സാഹചര്യത്തിൽ അവർ സ്വീകരിക്കുന്ന ഒരു അഗ്രസീവായ പൊളിറ്റിക്കൽ നിലപാട്, രാഷ്ട്രീയ നിലപാട്, അത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുന്നുണ്ട്. ഇന്ന് K. സുധാകരൻ ഇപ്പോൾ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു. അതിനുശേഷം അദ്ദേഹം ഉദ്ദേശിച്ച മട്ടിൽ ഈ ഒരു സെമി കേഡർ സ്വഭാവത്തിൽ സംഘടനയെ ആ നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഭാഷാപരമായി നേതാക്കളുടെ ശരീരഭാഷയിലും പ്രയോഗത്തിലുമൊക്കെ ഈ കരുത്ത് കാട്ടാൻ അവർക്കുള്ള ഒരു ശ്രമം, ഇതെല്ലാം സമാന്തരമായി നടക്കുന്നു എന്ന് കരുതാമോ? ഇതിനകത്ത് ഹർഷൻ, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മളെല്ലാം കേട്ടല്ലോ. ഇതിപ്പോൾ എല്ലാവരും ആരാണിപ്പോൾ കൂടുതൽ രോഷത്തോടെ പറയുന്നത് അല്ലെങ്കിൽ കൂടുതൽ മോശം കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരം രാഷ്ട്രീയ ഘട്ടങ്ങളിൽ നമ്മൾ ഒന്നൊന്നെടുത്ത് പറയുന്നത് സുഖകരമാവുകയില്ല. കാരണം പ്രത്യേകിച്ചും കണ്ണൂർ ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. കുറേ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ അടിയും തല്ലും വഴക്കും ഈ ആണത്ത ബഹളങ്ങളുടെയൊക്കെ ഒരു രോഷവും അക്രമോത്സുകമായിട്ടുള്ള ഭാഷയിൽ ഈ വർത്തമാനം നടക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് എനിക്ക് തോന്നുന്നു, ആ ബൈറ്റ് കൊടുത്ത കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് കൂടെ ഒടുവിൽ വന്നിരുന്നു. അതായത് കോൺഗ്രസ് അല്ല കുത്തിയത് ഈ ധീരജിനെ കുത്തിയ കത്തി കണ്ടെടുക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരല്പം പിന്നോട്ട് മാറിയിട്ടുണ്ട്. ഈ മുദ്രാവാക്യത്തെ തള്ളിക്കറയുന്ന പോലുള്ള നിലപാടെടുത്തായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഡീൻ കുര്യാക്കോസ് പറഞ്ഞായിട്ട് ഞാനിപ്പോൾ കണ്ടു. അത് ബൈറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളല്ല കൊന്നത്, ഞങ്ങളല്ല കുത്തിയത്, ആ കത്തി ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഈ മുദ്രാവാക്യത്തെ ഒരല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കർശനത ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായി തോന്നിയതും ഞാൻ നെറ്റിലുണ്ടാക്കിയതും ഈ ധീരജുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ മുദ്രാവാക്യമാണ്. അത് പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമ്മൾ പക്ഷം പിടിക്കുക എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടാകും. അവിടെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുള്ള സ്തൂപം തകർത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരുടേത്. ആ കോൺഗ്രസ്സുകാരനെതിരായിട്ട് ഇമാതിരി വളരെ അഗ്രസീവായിട്ടുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷം പിടിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചും രാഷ്ട്രീയ ബോധ്യങ്ങൾക്കനുസരിച്ചും ഉണ്ടാകും. പക്ഷേ അതിനകത്ത് ഏറ്റവും മോശം കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംശയമില്ലാതെ ഞാൻ പറയും, ഈ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ആണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ധീരജ് 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു. 21 വയസ്സ്. ഒരു
ഈ കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ്സുകാരനായ അച്ഛൻ്റെ മകനായിട്ട് ഇടുക്കിയിലേക്ക് പോയിട്ട് എന്തോ സാഹചര്യത്താൽ SFIക്കാരനായി മാറിയ ഒരു ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ അദ്ദേഹം പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ രാഷ്ട്രീയമല്ലാത്ത മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോയി ജീവിച്ചേനെ. അദ്ദേഹം എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് തന്നെയോ പോയിട്ട് ജീവിക്കുന്ന ഒരാളായി മാറിയേനെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ തന്നെ മാറപ്പെട്ടേനെ. അദ്ദേഹം SFIക്കൊപ്പം നിൽക്കാതെ അല്ലെങ്കിൽ DYFക്കൊപ്പം CPM-നൊപ്പം നിൽക്കാതെ മാറിയേനെ. മറ്റു രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അനന്തമായ സാധ്യതകളുണ്ടായിരുന്ന മറ്റേതൊരു ചെറുപ്പക്കാരനെ പോലുള്ള 21 വയസ്സുകാരനായിരുന്നു. അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കോളേജൊന്നുമല്ല, ഒരു സാധാരണ സംഘർഷത്തിനകത്ത് ഈ കുട്ടി കൊല്ലപ്പെട്ടു. ഒരു ആക്റ്റീവ് പൊളിറ്റീഷ്യനല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, അക്രമ രാഷ്ട്രീയത്തിനകത്ത് ഇൻവോൾവ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനല്ല കൊല്ലപ്പെട്ടത്, ഒരു കുട്ടി മരിച്ചുപോയി. അവിടം കൊണ്ട് തീരണം. അത് നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ആ രക്ഷിതാക്കളെ പിന്നെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല. ഇതെനിക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷേ ഞാനത് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്നപ്പോഴും കൃപേഷിനെയും ശരത്ലാലിൻ്റെയും കൊലപാതകം നടന്നപ്പോഴും ഷുഹൈബിൻ്റെ കൊലപാതകം നടന്നപ്പോഴും എല്ലാം ഈ കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അവർ മരിച്ച ആളുകളെ അപമാനിക്കുക, മരിച്ച ആളുകളുടെ വേദന നിന്ന് ജീവിക്കുന്ന അച്ഛനെ അപമാനിക്കുക, അവരുടെ ഓർമ്മകളിലേക്ക് അവർ മറന്ന് ജീവിതത്തിൻ്റെ സാധാരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകനെ കുത്തിയ കത്തി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്നിവർ മുദ്രാവാക്യം വിളിക്കുക. അതൊരു ഗാന്ധിയുടെ പാർട്ടി ആവുക എന്ന് വെച്ചാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതായത് എന്തുകൊണ്ടാണ് ഹർഷൻ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ മാധ്യമങ്ങളുടെ എന്തു വലിയ ചർച്ച വരും? ഞാൻ കണ്ണൂരുകാരനാണ്. എത്രയോ കൊലപാതകങ്ങൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നടന്നത്. എന്തുമാത്രം വലിയ ബഹളമാണ് ഇവിടെ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കാറുള്ളത്, ഇവിടുത്തെ സാംസ്കാരിക ലോകം ഉണ്ടാക്കാറുള്ളത്. ആ കൊലപാതകത്തോടും ഇതായിരുന്നു നിലപാട്. ആ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ആളെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് കൊണ്ടു നടക്കുമ്പോഴും ഇതായിരുന്നു നിലപാട്. ഇപ്പോൾ അയാൾ മരിച്ചിട്ട് 3-3.5 കൊല്ലമായിട്ടും ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് വീണ്ടും കുത്തി നോപ്പിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യന് ഒരു വർത്തമാനവും പറയുന്നില്ല എന്ന് വെച്ചാൽ മലപ്പട്ടത്തെ സംഭവങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്ട് ഈ മുദ്രാവാക്യം വിളിയാണ് എന്ന് ഞാൻ പറയും. പറ്റുമെങ്കിൽ കോൺഗ്രസ്സുകാരെ തള്ളി പറയണം. അത് തീർച്ചയായും. ഇത് പണ്ട് ഷുഹൈബിൻ്റെ കാര്യത്തിൽ ഇതുപോലെ മുദ്രാവാക്യം വിളി വന്നപ്പോഴും നമ്മളൊക്കെ വിമർശിച്ചതാണ്. നമ്മളിപ്പോൾ ചാനലിൽ നിന്നാണോ വിമർശിച്ചതെന്നുള്ള കാര്യത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ആ രീതിയിൽ അത് CPM-കാർ ചെയ്താലും ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ ചെയ്താലും മരിച്ച് പോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളെ ഈ മട്ടിൽ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും, അത് മുമ്പ് K. സുധാകരൻ ഇത് തന്നെയാണ് ചെയ്തത്. ഇരന്നു വാങ്ങിയ മരണം എന്ന് ധീരജിൻ്റെ മരണത്തെക്കുറിച്ച് K. സുധാകരൻ പ്രതികരിച്ചത് അടക്കം ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയും വരും. അഹിംസാവാദിയായ മഹാത്മാഗാന്ധിയുടെ സ്തൂപത്തിൻ്റെ പേരിൽ മലപ്പട്ടം എന്ന പ്രദേശം മാത്രമല്ല കണ്ണൂർ ജില്ല തന്നെ സംഘർഷഭരിതമാവുകയാണോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇരുകൂട്ടരും സമാധാനം പാലിക്കണമെന്നാണ് RDX അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ സ്വന്തം മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വീടിന് വെളിപ്പാടകലെ നിന്ന് അവനെ കുത്തിയ കത്തി കളഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. അത് ആ പിതാവിൻ്റെ ചങ്കിലെ മുറിവിൽ ഉപ്പുവാരി തേക്കുന്നതിന് തുല്യമാണ്. മലപ്പട്ടത്തെ സംഘർഷം മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാൻ നേതാക്കൾ ജാഗ്രത പുലർത്തുന്നതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൾ നിയന്ത്രിക്കണമെന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. RDX ഇന്ന് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.